ഹായ് ഫ്രണ്ട്സ്, നമ്മള് കണ്ണൂരേക്ക് പോകുന്നു. ഇന്നെന്തിനു വേണ്ടി നമ്മള് കണ്ണൂർ പോകുന്നത്? അച്ഛന് ഫോൺ വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ ഏട്ടന്റെ ഫോൺ ഇപ്പം ഏകദേശം 2 കൊല്ലമായി. അപ്പൊ സാധാരണ ഏട്ടൻ അങ്ങനെ യൂസ് ചെയ്യലില്ല, അത് വേറെ കാര്യം. ഏട്ടൻ ഫോൺ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പം റെഡ്മി 10S ആണ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ആയതുകൊണ്ട് പുതിയ ഫോൺ എടുക്കാന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ നിക്ഷാനിലാണെങ്കിലും വാങ്ങല്. അപ്പൊ നിക്ഷാനിലേക്കാണ് പോകുന്നത്. ഏത് ഫോണാണെന്ന് 2-3 ഫോണായിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ റിവ്യൂ കാര്യങ്ങളെല്ലാം നോക്കി കുറെ ആയി തപ്പുന്നു ഏതാ നല്ല ഫോണ്. നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് എടുക്കാൻ വേണ്ടിട്ട് കുറെ ആയി നോക്കുന്നത്. അപ്പൊ ഇപ്പം ഏകദേശം 2-3 ഫോൺ മൈൻഡിലുണ്ട്. അവിടെ പോയിട്ട് നോക്കിയ റേറ്റും കാര്യങ്ങളും നമുക്കെല്ലാം സൂട്ടാവുന്നത് നോക്കിയിട്ട് എടുക്കാനാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ബാക്കി ശേഷം വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ കണ്ണൂർ നിക്ഷാനിലെത്തി. വണ്ടി ബാക്കിലാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 നിക്ഷാനുള്ളതുകൊണ്ട് ബാക്കിൽ നിക്ഷാനിലേക്കാണോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിക്ഷാനിലേക്കാണോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഴയ നിക്ഷാനിലായിരുന്നു നമുക്ക് പോകേണ്ടത്. അവിടെയാണ് കളക്ഷൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ മുകളിലേക്ക് പാർക്കിംഗ് ചെയ്ത്. അപ്പോൾ പൊന്നൂസിന് ഹോട്ടലിൽ നിന്ന് നല്ല സ്മെല്ലടിച്ചിട്ട് പൊന്നൂസിന് വിശക്കുന്നെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പിന്നെ സൂപ്പർ സ്റ്റാർ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സർവീസ് ബെസ്റ്റ് സർവീസാണ്. കസ്റ്റമർ സർവീസ് നല്ല, ഒന്നും പറയാനില്ലാത്തത്. നമ്മൾ എപ്പം നമുക്ക് വാങ്ങേണ്ട സാധനങ്ങൾ ഏകദേശം എല്ലാം എന്താ പറയുക, കിച്ചൺ ഐറ്റംസ് മുതൽ എല്ലാ സാധനങ്ങളും നമ്മൾ മാക്സിമം ഇവിടെ നിന്ന് തന്നെ നമ്മൾ വാങ്ങാൻ നോക്കൽ. അപ്പോൾ ഏട്ടൻ ഓരോരോ ഫോണിൻ്റെ ഇത് നോക്കാൻ തുടങ്ങി. ഏട്ടൻ എന്തായാലും വിവോൻ്റെ ഏതെങ്കിലും സീരീസ് നല്ലത് നോക്കിയിട്ട് വാങ്ങണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ തന്നെ 2-3 സീരീസായിട്ട് നോക്കി വെച്ചിട്ടുള്ള റിവ്യൂസ് എല്ലാം. അപ്പോൾ പൊന്നൂസ് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അവന് അപ്പോൾ ഏട്ടൻ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിരുന്നത് വിവോ 29 Pro ആയിരുന്നു. അപ്പോൾ നിക്ഷാനിൽ അത് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പം സാധാരണ സെക്കൻഡ് ഓപ്ഷൻ വെക്കുന്ന ഒരു ഷോപ്പുണ്ട്, സ്മാർട്ട് പ്ലാസ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ അതുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അവിടെ പോയി നോക്കാമെന്ന് വിളിച്ചു. ഇല്ലെങ്കിൽ പിന്നെ നിക്ഷാനിൽ പോയിട്ട് തന്നെ വേറെ സീരീസ് നോക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് എടുക്കാമെന്നുള്ള ഒരു ഇതിലുള്ളത്. അങ്ങനെ നമ്മൾ പിന്നെയും നിക്ഷാനിൽ തന്നെ തിരിച്ചെത്തി. നമ്മളും നിക്ഷാനും തമ്മിലുള്ള ബന്ധം അങ്ങനെ ബ്രേക്കപ്പ് ചെയ്യില്ല തന്നെ. നമ്മളങ്ങനെ ഫോണിൽ നോക്കി സെറ്റാക്കിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഏത് ഫോൺ എന്തെന്നാലും വീട്ടിലെത്തി അൺബോക്സ് ചെയ്യുമ്പം കാണിച്ചു തരാം. ഏട്ടന് ഫോട്ടോ എല്ലാം എടുത്തിട്ട് കാണിച്ചു കൊടുക്കായിരുന്നവരെ. ക്യാമറ ക്ലാരിറ്റിയിൽ നല്ല ക്ലാരിറ്റി ആയിരുന്നു. ഏട്ടൻ മെയിനായിട്ട് അതാണ് നോക്കുന്നുണ്ടായിരുന്നത്. അവർ കുറേ ഫോട്ടോസും കുറേ വീഡിയോ ആയിട്ടും എടുത്തു. അപ്പോഴത്തേക്ക് പൊന്നൂസിന് ഇവിടെ വേറെ ഫ്രണ്ടിനെ കിട്ടി. അവളുമായിട്ട് ഭയങ്കര കളിയിലായിരുന്നു. അങ്ങനെ അവരവരേതായ കളിയിൽ നമ്മളങ്ങനെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ പേപ്പറും കാര്യങ്ങളെല്ലാം സെറ്റായി. നമുക്കവർ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തന്നെയായിരുന്നു ഫോണ്. അപ്പോൾ ഫോണ് പിന്നെ പാക്ക് ചെയ്ത് സെറ്റാക്കി. പിന്നെ നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഗിഫ്റ്റ് എന്താണെന്നുള്ളത് കാണിക്കാം. നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറായിരുന്നു. നല്ല ലൈറ്റും സെറ്റപ്പും എല്ലാം ഉള്ള ബ്ലൂടൂത്ത് സ്പീക്കറായിരുന്നു. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങി. പൊന്നൂസിന് ബ്ലൂടൂത്ത് സ്പീക്കർ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്കങ്ങനെ ഫോണും നമ്മളെ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം എടുത്ത് ടൗണിൽ നല്ല തിരക്കായിരുന്നു. നമ്മൾ പുതിയൊരു എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ച് പൊന്നൂസ് നേരത്തെ വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പുതിയൊരു ഓർക്കിഡ് ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോക്ക്. കണ്ണൂർ കഴിഞ്ഞാൽ കണ്ണൂർ സഫയർ അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ഓർക്കിഡിലാണ് സാധാരണ ഫുഡ് കഴിക്കാൻ പോക്ക്. പൊന്നൂസിന് പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ബിരിയാണി ഓർഡർ ചെയ്തു. നല്ല ബിരിയാണിയായിരുന്നു ഇവിടുത്തേത്. ഇലയിലാണ് ഇവിടുത്തെ ബിരിയാണി കിട്ടുക. അപ്പോൾ നല്ല ചൂട് ബിരിയാണിയായിരുന്നു. പൊന്നൂസ് ഐസ്ക്രീം വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് എൻ്റെ ഇലയിലേക്ക് ബിരിയാണിയിൽ സെറ്റാക്കി. ഏട്ടൻ പൊറോട്ടയും ചില്ലി ചിക്കനായിരുന്നു പറഞ്ഞത്. ഹലോ ഗായ്സ്, നമ്മൾ അങ്ങനെ വീട്ടിലെത്തി, കുളിച്ച് ഫ്രഷായി. എന്നതിന് ശേഷം അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചു ഫോണ്. അപ്പോൾ ഏത് ഫോണാണ് എന്നെല്ലാം വീഡിയോയിൽ ചിലപ്പോൾ കണ്ടിട്ട് ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഏതായാലും ഫോൺ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ഏതാണെന്ന്.
നമ്മളവിടെ പോയി കുറെ പണിപെട്ടിട്ട് സെലക്ട് ചെയ്തതായിരുന്നു. ഉദ്ദേശിച്ചത് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയത് ഏട്ടന് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത് സെലക്ട് ചെയ്ത ഒരു ഫോണാണ്. അപ്പൊ ഏതാണ് എന്താണെന്നാലും അൺബോക്സ് ചെയ്യുമ്പോൾ കാണാം. ചെറിയൊരു ഫോൺ നോക്കി പോയതാണ്, പക്ഷേ വയ്യ എടുത്തിട്ട് വന്നത് നമ്മുടെ സ്വന്തം വിവോ X100. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുറക്കാം. വേണ്ട, ഇത് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ 12 GB റാമാണ്, പിന്നെ 256 GB റോമുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, ഒരിക്കൽ ഓപ്പൺ ആക്കിയതാണ്, എന്നാലും ഒന്നും കൂടി നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഫോണുള്ളത്. നല്ല ഡിസൈനാണ് കേട്ടോ, സൂപ്പർ ഡിസൈനാണ്. പിന്നെ പിടിക്കാനെല്ലാം നല്ല സുഖമാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്കിതിന് 120 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കേബിളും, പിന്നെ വെച്ചാൽ അധികം ഫോണിൻ്റെ കമ്പനിക്കാരൻ കൊടുക്കാത്തതിനെക്കാട്ടും നല്ല ക്വാളിറ്റി കവർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കവറാണ്, സൂപ്പറാണ്. അത് ഇട്ടിട്ട് പിടിക്കാനും നല്ല സുഖം തന്നെയാണ്. നല്ലൊരു ഗ്രിപ്പുണ്ട്, ഗ്രിപ്പില്ലൊരു ടൈപ്പ് സാധനമാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് പിന്നെ 50 MB, പിന്നെ മറ്റേത് 50 MB ആണ്, പിന്നെ 64 MB ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 32 MB ആണ്. പിന്നെ 5000 mAh ബാറ്ററി ഉണ്ട്. എന്തായാലും കുറച്ച് നിൽക്കും, ഉറപ്പാണ്. പിന്നെ വിവോൻ്റെ ഫോൺ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്, വിവോൻ്റെ V29 Pro എടുക്കാനാണ് ഞാൻ പോയത്. പക്ഷെ പിന്നെ ഏതായാലും ഫോൺ മാറ്റുന്നതാണ്, അപ്പം പിന്നെ കുറച്ച് നല്ല തന്നെ എടുക്കാൻ വെച്ചു. സത്യം പറഞ്ഞാൽ ആ ടൈമിൽ അധികം ഫോൺ നിൽക്കില്ല. ഇത് 10ാമത്തെ ഫോണാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതൊന്നും പറയുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ടും വീണ് പൊളിയലും ദേഷ്യം വരുമ്പോൾ എറിഞ്ഞു പൊളിക്കലും അങ്ങനെയല്ലാന്ന്, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഫുൾ HD+ ആണ്, നല്ല ഡിസ്പ്ലേ ആണ്. പിന്നെ ഉപയോഗിച്ചില്ല, കുറച്ച് ഉപയോഗിച്ചാലും നോക്കട്ടെ. ബാക്കി എന്തായാലും മോശമാവാൻ വഴിയില്ല, നല്ല ഫോൺ തന്നെ ആയിരിക്കും. റിവ്യൂസ് നോക്കി ഇതിൻ്റെത്, പക്ഷെ മെയിനായിട്ട് ഇതിൻ്റെ നല്ല നോക്കിയത് നമുക്ക് കുറച്ച് ബഡ്ജറ്റായിട്ട് ഒതുങ്ങുന്ന ഫോണ് മറ്റേ വിവോ V29 Pro ആയതുകൊണ്ട് അത് നോക്കി പോയതാണ്. പക്ഷേങ്കിൽ ഈ സാധനം ഇപ്പം ഇറങ്ങിയോണ്ട് അത് കിട്ടാനില്ല എന്ന് പറഞ്ഞത്. ഇപ്പം വരുന്നില്ല. നിക്ഷാനിലായിരുന്നു നമ്മൾ പോയത്, ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നിക്ഷാനിൽ അവിടെ ആ വേർഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ വിചാരിച്ചു ഏതായാലും അവർ പറഞ്ഞു നല്ല ഇതാന്ന് പറഞ്ഞുകൊണ്ട് ഇത് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതെടുത്തിട്ട് വന്നതാണ്. പിന്നെ ക്യാമറ ക്വാളിറ്റി എല്ലാം നോക്കുമ്പം അതിലും കുറഞ്ഞത് എടുത്തിട്ട് വലിയ കാര്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് കുറച്ച് ബെറ്റർ ക്യാമറ ആയതുകൊണ്ട് പിന്നെ ഇതെടുത്തു. അപ്പോൾ കുറച്ച് നല്ല ഉപയോഗിച്ചെല്ലാം നോക്കട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ അധികം റിവ്യൂ ആയിട്ടൊന്നും പറയുന്നില്ല, അങ്ങനെ പറയാൻ അറിയൂല. ആദ്യമായിട്ടാണ് ഫോണിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ എന്തെങ്കിലും വിശേഷമായിട്ട് കാണാം. ഓക്കെ, അപ്പം ഈ ഫോൺ യൂസ് ചെയ്തിട്ട് എന്തായാലും ഫോൺ യൂസ് ചെയ്ത് എൻ്റെ അഭിപ്രായം നമ്മൾ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഇപ്പം അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്രല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.